നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം. ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ്സിൽ ഞാൻ മാത്രമാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. കാരണം നമ്മുടെ സ്റ്റുഡൻസ് വന്നില്ല. ഞാനത് പറയുന്നുണ്ട്, എന്താ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ വലിച്ചു നീട്ടുന്നില്ല ഞാൻ. അപ്പോൾ നമുക്കിനി നിങ്ങളിത് കണ്ടു നോക്കൂ. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്നോട്, ഞാൻ പറഞ്ഞു തരാം. എന്താണ് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാമല്ലോ. നമുക്കിനി കണ്ടു നോക്കാം എന്തൊക്കെയാണെന്ന് എങ്ങനെയാണെന്ന് കാണും. നമസ്കാരം. ഇന്ന് നമ്മുടെ സ്റ്റുഡൻസ് ഒന്നുമില്ല. ഇല്ലയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. എല്ലായിടത്തും മഴയായിരിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. ഇപ്പോൾ ആർക്കും വരാൻ തന്നെ പറ്റുന്നില്ല, ബുദ്ധിമുട്ട് കാരണം. പിന്നെ ചില അസ്ഥിതകൾ കാണും, അസുഖത്തിൻ്റെയൊക്കെ അതും കാണും. അപ്പോൾ അതുകൊണ്ട് ഇരുന്നില്ല. എല്ലാവരും ക്ലാസ് മുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുകയാണ്. നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് പ്രയോജനമുള്ളല്ലോ ക്ലാസ് എടുക്കുമ്പോൾ. അതുകൊണ്ട് ക്ലാസ് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. എല്ലാവരും സഹകരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ തിരുവാതിര നമസ്കാരം. നമുക്കിനി ക്ലാസ് കാണാം. ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു തരാൻ ഞാൻ കണ്ടിട്ട് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആദ്യം വലതുകാല് ചവിട്ടുകയാണ്. വലതുകാല് നേരെ തന്നെ ചവിട്ടണം. 1, ഇടതുകാല് പുറകെ വെച്ചു 2, അപ്പോൾ 1 2. നമ്മളും കൂടി തിരിഞ്ഞു കൊടുത്തു. ഇടത്തോട്ട് തിരിഞ്ഞു കൊടുത്തിട്ട് 3 4. നമ്മൾ വലതുകാല് 1, ഇടതുകാല് 2 പുറകെ വെച്ചു. ഇനി ഇടതുകാല് അടുത്ത സൈഡിലോട്ട് തിരിച്ചു, നമ്മൾ വെച്ചു. ഇനി വലതുകാൽ പുറകോട്ട് വെച്ചു. ഇതാണ് സ്റ്റെപ്പ്. 1 2 3 4. അത് കഴിഞ്ഞിട്ട് അടുത്തത് 5 6 7 8. സ്റ്റെപ്പ് നോക്കാം. 1 പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. 1 2 3 4. 1 2 3 4 ഉണ്ടോ? അപ്പം 1 2 3 4 1 2 3 4 5 6 7 8. അപ്പം 1 2 3 4. കുറച്ച് ഫാസ്റ്റായിട്ടാണ് എടുക്കണം. നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം വളരെ സ്ലോ ആയിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിനി എല്ലാവരെയും ഒരുമിച്ച് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം എല്ലാത്തിൻ്റെയും പാട്ടിട്ട് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വ്യത്യാസം വരും. സ്റ്റെപ്സ് ഇത് തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് ഇടയ്ക്ക് സാധാരണ തിരുവാതിരയ്ക്ക് അങ്ങനെയാണല്ലോ, സ്ലോയും ഫാസ്റ്റായിട്ട് വരും. 1ാം കാലം 2ാം കാലം അങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് അത് നോക്കി നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1 2 3 4. 1 2 3 4 5 6 7 8. 1 2 3 4. 1 2 3 4 5 6 7 8. പഠിച്ചിട്ടുള്ളതാണ്. 1 2 വലതുകാൽ ചവിട്ടി 1 2 ഇടതുകാൽ ചേർത്ത് വെച്ചു. അപ്പം 1 ചെറുതായിട്ടൊന്ന് കാലിൻ്റെ മുട്ട ഒന്ന് മടക്കി കൊടുക്കണം. 1 2 3 4. 1 2 3 4 5 6 7 8. 1 2 3 4. 1 വലതുകാലാണ് മുമ്പോട്ട് വയ്ക്കുക. ഇടത് സൈഡിലോട്ട് വലതുകാലം വയ്ക്കണം. 1 2 3 4 5 6 7 8. അപ്പോൾ 5 6 നമ്മൾ 1 2 3 4 വെച്ച പോലെയാണ് 5 6 7. അത് രണ്ടും വെക്കണം. അങ്ങനെ തന്നെയാണ്. നമുക്കൊന്നും കൂടെ നോക്കാം. ആദ്യം തൊട്ട് സ്റ്റെപ്പ് പഠിക്കാം. അതും ഈസിയാണ്. 1 2 വലതുകാൽ ചവിട്ടി 1 2 ഇടതുകാലിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുത്തു. 1 നമ്മൾ അതായത് 3/4 ആയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയുമല്ല, ഫുൾ ഇങ്ങനെയുമല്ല, ഒരു 3/4 ആയിട്ട്. അപ്പം 1 2 ഫ്രണ്ട് വെച്ച് കൊടുത്തു. വലതുകാൽ ചവിട്ടി ഇടതുകാലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തു. പക്ഷെ ഇടതുകാലം അനക്കിയിട്ടില്ല അവിടുന്ന്. 1 2. അതുപോലെ തന്നെ ഇടതുകാലം കൊണ്ട് നീക്കി കൊടുത്തു. 3 4. കണ്ടോ? അപ്പം തിരിഞ്ഞു നമ്മൾ. ആ 3 വെച്ചപ്പോൾ നമ്മൾ നേരെ വെച്ചു. 4 വീണ്ടും 3/4 ആയിട്ട് നിന്ന് കൊടുത്തു. അപ്പം 1 2 3 4. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 1 2 3 4. 1 2 3 4 5 6 7. അപ്പം 1 2 3 4 5 6 7 8. ഇതറിയാവുന്ന സ്റ്റെപ്പാണ്. 1 2 3 4 5
6, 7, 8. നമ്മളിപ്പോൾ ആദ്യം ഓരോന്നെ വീതം ചെയ്തത് ടേബിളായിട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ കുറച്ചൊന്നിങ്ങനെ കുറച്ച് മുട്ടൊന്ന് നമ്മൾ മോഹിനിയാട്ടത്തിന് ചെയ്യണവരെ 2 മുട്ട് 2 സൈഡ് അരവട്ടത്തിൽ അങ്ങനെ നിൽക്കണം എന്നല്ല അർത്ഥം. എന്തായാലും കുറച്ചൊന്നാണ് നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8. ചെറിയൊരു ഒഴുക്ക് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ നമുക്ക് ചേർത്ത് ചെയ്ത് നോക്കാം അല്ലേ. 1, 2, 3, 4. 1, 2, 3, 4, 5, 6, 7, 8. ഒന്നുകൂടെ നോക്കാം അല്ലേ. നമുക്കിതിൻ്റെ കൈ എടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ കൈ എടുക്കാം. നമുക്ക് 1 വെറുതെ എപ്പോഴും നമ്മൾ വെക്കുന്നതാണല്ലോ. 1, 2, 3, 4, 5, 6, 7, 8. നമ്മുടെ 1, 2, 3, 4, 5, 6, 7, 8. ഇത് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യാം. സെയിം ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം വലതെടുത്തിട്ട് വരെ ഇടതെടുക്കുക. 1, 2, പിന്നെ വലത് 3, 4, വീണ്ടും ഇടത് 5, 6, 7, 8. അപ്പം നമ്മൾ ആദ്യം 5, 6, 7, 8 വലത് കാലത്ത് ഇവിടെ പകരം അതിന് പകരം ഇവിടെ 5, 6, 7, 5, 6, 7 ഇവിടെ ഇടത് കാലം വരും. അവിടെ വലത് കാലം ഇവിടെ എല്ലാം ഇടത് കാലം. അത്രയേ ഉള്ളൂ. നമുക്കൊന്നുകൂടെ നോക്കാം. 1, 2, 3, 4 തിരിഞ്ഞുകൊണ്ട് ഇനി അടുത്തത് 5, 6, 7, 8. ഒന്നുകൂടെ കാണിച്ചു തരാം. കൈ ഇതാണ്. 1, 2, 3, 4. ഒരു കൈയാണ്. 5, 6, 7, 8. ഇത്രയുള്ളൂ. ഈ സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചേർത്തൊന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. 1, 2 ഒന്ന് ചെറുതായിട്ട് ചേർന്ന് കൊടുത്താൽ ഭംഗിയായിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8. അതേപോലെ ഇങ്ങോട്ട് 1, 2, 3, 4 തിരിച്ച് 5, 6, 7, 8. ഇത്രയുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. 1, 2, 3, 4. 1, 2, 3, 4, 5, 6, 7, 8. ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ കയ്യെടുപ്പ് എടുക്കുന്നത്. 1, 2, 3, 4. 1, 2, 3, 4, 5, 6, 7, 8. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്സ്. പഠിച്ചില്ല നമ്മൾ. 1, 2, 3, 4, 5, 6, 7, 8. ഒന്നും കൂടെ കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7, 8. അതായത് 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഇതാണ് ആ സ്റ്റെപ്പ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. കളി ക്ലാസ് കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. കണ്ടിടത്തോളം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, മനസ്സിലായോ, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും മോശമായിട്ടോ അല്ലാതെ നിങ്ങൾക്ക് പിടികിട്ടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. കാരണം ഇപ്പം ഇതിപ്പോൾ ഒരാളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പഠിച്ചെടുക്കാം. ചില ഇത് വരും നമ്മൾ പിന്നെ പെയറായിട്ട് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പോൾ ഒരാളായിട്ട് ചെയ്താൽ മനസ്സിലാവില്ല. 2 പേര് എന്തായാലും വേണം. ഇതിപ്പോൾ കുഴപ്പമില്ല. ഒരാളായിട്ട് ഇത് റൗണ്ട് ചെയ്ത് പോകുമ്പോൾ ഒരാളെ മതി. ഒരാൾ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ അത് ഒരാൾ മതിയാവും. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കണ്ടതിന് നന്ദി, നമസ്കാരം.